നമ്മുടെ സത്യൻ ചേട്ടൻ അവിടെ നിന്നെല്ലാം ബൂന്തി അല്ലേ ബൂന്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാവ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാ, എന്താ ഇതിൻ്റെ ഇത് അളവാ? അല്ല മീൻസ് അതിൽ എങ്ങനെ മനസ്സിലാവും? ഇത് നമ്മൾ കയ്യിൽ എടുത്ത് നോക്കുക. എങ്ങനെ? ഈ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കയ്യിൽ ഒട്ടുന്ന ഒരു പാവമുണ്ട്. ഒട്ടുന്ന പാവത്തിലല്ലേ? നൂല് പോലെ വലിയുന്ന. നമ്മളിങ്ങനെ തൊട്ടിട്ട് പൊക്കുമ്പോൾ മറ്റേ ചെവിക്കൊക്കെ വലിയുന്ന പോലെ തന്നെ ഒരു പാവമുണ്ട്. ചെറിയൊരു പശ വലിയുന്ന പോലെ വലിയുന്ന ഒരു പാകം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് കളർ ചേർക്കും. അപ്പോൾ ലേശം ഇത് എന്തിലോട്ടാണ് നമ്മൾ ഇത് ഫുഡ് കളർ ഇതിനിപ്പോൾ എന്തിലോട്ടാണ് നമ്മൾ കലക്കുന്നത്? അത് ഈ വെള്ളത്തിൽ വെറുതെ കലക്കും. വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കും. വെള്ളം ഒഴിച്ച് കലക്കുന്നുണ്ട്. അത് കലക്കിയിട്ട് നമ്മൾ ഈ പാവിലോട്ട് ഒഴിക്കും. അങ്ങ് ഒഴിച്ചു. പാവ് റെഡിയാണോ അല്ലേ? അപ്പോൾ പാവൊന്ന് റെഡിയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടി സെറ്റാവും. ഏകദേശം ഇങ്ങനെ പാനി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടാൻ പോവാണ് നമ്മുടെ ബൂന്തി ഇട്ടു. ഇനി ഇളക്കണോ? മുഴുവൻ ഒരുമിച്ച് ഇടുമല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്താ ഇളക്കൊണ്ട് പാട്ട് പാടിക്കൊള്ളൂ കേട്ടോ. പാടത്തേക്കു ഞാൻ പോകുവാനായി പാലം കയറുമ്പോൾ കണ്ടു മാടത്തെ വെള്ളരിപ്രാവിൻ്റെ ചേലുള്ള കണ്ണിൽ കവിത കുറിച്ചിടാൻ മോഹം കാണാൻ എന്തൊരു ചന്തം നിന്നെ കണ്ടു മടങ്ങുന്നതെങ്ങനെ വെണ്ണി. എന്താ നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വന്നു അല്ലേ? ഇത് പണ്ടോട്ട് പാടുന്ന കേട്ടാ? ഇല്ല, ഞങ്ങൾ പുതിയതായിട്ട് ട്രൂപ്പ് ഇറക്കിയ ട്രൂപ്പിലെ മെമ്പറാട്ടാ. ആ ഒരു അടുപ്പിൻ്റെ ചൂടിൽ ആ ഒരു പാവാവുന്ന ആ ഒരു ചൂടിൽ തന്നെയാണ് നമ്മൾ ബൂന്തി ഇട്ട് ആക്കുന്നത്. ഇത് ഇട്ടപ്പോൾ തന്നെ അത് ഞാനിപ്പോൾ നേരത്തെ കഴിച്ചപ്പോൾ ഇത്തിരി തണുത്തായിരുന്നത്, അതായത് ഉള്ളിലൊന്നുമില്ല, എയറായിരുന്നു. ഇത് പക്ഷേ ഇട്ടപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതൊന്നുകൂടി വീർത്തു. നമ്മുടെ പാവിനെ കയറി അങ്ങ് അബ്സോർബ് ചെയ്തിട്ടുണ്ടല്ലേ? ശരിക്കും ഈ ബൂന്തി പാവിനെ അങ്ങ് വലിച്ചെടുത്തേക്കാ ശരിക്കും. അതെ. ഇതിന് ഇളക്കിയത് പഞ്ചസാര മൊത്തം കുടിച്ചു കഴിയുമ്പോൾ പിടിക്കും. ഇനി കുറച്ചു നേരം കൂടി പിടിക്കുമോ? കുടിക്കാൻ 10-15-20 മിനിറ്റ് എടുക്കും അല്ലേ? വെയിറ്റ് ചെയ്യണം. 2-3 പ്രാവശ്യം ഇളക്കി പഞ്ചസാരയിൽ ലയിപ്പിച്ചെടുക്കും അല്ലേ? RKG നെയ്യ് ഒഴിക്കും. പിടിക്കുമല്ലോ. അപ്പം എന്തായാലും കുറച്ച് സമയമുണ്ട്. ഇത് മൊത്തം അങ്ങ് കുടിക്കണം. നമ്മുടെ പഞ്ചാര കുടിച്ച് ഷുഗർ കുട്ടപ്പനാവണം. ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. അതെ, ഇത് ഇളക്കി. ആഹാ, ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇങ്ങനെ കുടിച്ച് വരുന്നു. ചൂടുണ്ടോ? നല്ല ചൂടുണ്ടാവല്ലേ? അപ്പോൾ നമ്മളിത് പഞ്ചസാര കുടിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പോയിട്ട് നമ്മുടെ ജിലേബിയുടെ സംഭവങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനി അങ്ങോട്ട് ചാടാം. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ അതിൽ അപ്പോൾ നമ്മൾ ജിലേബിയുടെ സൈഡിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സത്യൻ ചേട്ടാ ഇത് ചെയ്യാൻ പോണേ? ഉഴുന്നുമാവ് അരച്ചെടുത്താണ്. അതൊന്നും കൂടി മിക്സ് ചെയ്ത്. ഇത് നമ്മൾ തലേന്നെ വെച്ച് അരച്ചെടുക്കുന്നതാണോ? തലേന്നെ വെള്ളത്തിലിടും, കുതിർത്തിട്ട് അരച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉഴുന്ന ഉരുപ്പാണ്. അത് ഒന്നും കൂടി നമ്മൾ ഗ്രൈൻഡറിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഗ്രൈൻഡർ സ്റ്റാർട്ട് ചെയ്യും. കോൺഫ്ലവർ മിക്സ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഉഴുന്ന പരിപ്പിൻ്റെ ഒപ്പം തന്നെ അരച്ച ഉഴുന്ന പരിപ്പാണ് ഒന്നും കൂടി ഇട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ പോവാണ്. കോൺഫ്ലവർ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് മര്യാദയ്ക്കൊക്കെ കണ്ടുപിടിച്ചോ. വീട്ടിൽ പിള്ളേർക്ക് ജിലേബി ഉണ്ടാക്കി കൊടുക്കാം. ഇതെങ്ങനെ കുഴമ്പാണോ അതൊരു കട്ട? ഒരു മീഡിയം കളർ. ഇത്തിരി കളർ നമ്മുടെ ജിലേബിയുടെ ചുവന്ന കളർ അതൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ലേശം കളറ്. ആഹാ, നല്ല റെഡ് കളർ. നല്ല പാറ്റേൺ. നമ്മളിങ്ങനെ അരയുമ്പോൾ മാവ് ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണേ. നല്ല പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ബലേഷ്. ഞാൻ അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് നീങ്ങിക്കാം. ഇവിടെ നമ്മളെ എണ്ണ ചൂടാവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചീനച്ചട്ടി ഇങ്ങനെ ഇരിക്കുന്നതല്ല, കുഴിയുള്ള ചീനച്ചട്ടി അല്ലെ. ജിലേബിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഒരു കട്ട് ചെയ്ത് വെച്ച പോലെ അല്ലേ? ഒരു കോണിക്കൽ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഇത്
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെന്തോ ഇത് ജിലേബിയുടെ ബട്ടൺസ്. ഇത് മാവ് ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ബട്ടൺസ് ആണ്. ഒന്ന് കാത്തരാമോ? ഇതാണ് ജിലേബിയുടെ ബട്ടൺസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ ജിലേബിയുടെ ഈ പേസ്റ്റ് വരുന്നത് അല്ലേ, മാവ് വരുന്നത്. കുഞ്ഞു സാധനം നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മധുരം ചേർത്തിട്ടുണ്ടോ? മധുരം അപ്പുറത്ത് പഞ്ചസാര ലൈൻ ഉരുക്കി വെച്ച് ശരിയാക്കി വെച്ചേക്കാണ്. ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും ഉരുക്കി വെച്ചാണ്. അപ്പോൾ ഇത് പൊരിച്ച് അതിനകത്തോട്ട് പൊരിച്ച് അതിനകത്തോട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലിട്ട്. ഓഹോ, പൊരിച്ച് അങ്ങ് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ലൈനിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു മിക്സ് കോൺഫ്ലവറും ഉഴുന്നും കൂടെ ഉള്ള ഉഴുന്നൊരു പരച്ചയും കൂടെ ഉള്ള മിക്സ് എടുത്ത് അതിനകത്തോട്ട് ഇട്ടു. നമ്മൾ ആ ബട്ടൺസിൽ കൂടെ ആയിരിക്കുമല്ലോ ഇത് വരണേ. അപ്പോൾ അതിങ്ങനെ പിടിച്ചു. ഇത് ഞെക്കി ഞെക്കിയാണ് അത് ഇടുന്നത്. അതും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇടണം. അത് ആ ഒരു റൗണ്ട്, പിന്നെ ചെറിയ റൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പീസ് ഓഫ് ആർട്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യണത്. എല്ലാം കലയാണല്ലോ, കലാവിരുത്. നല്ല രസമായും തന്നെ ഒരു 2 വട്ടം, പിന്നെ ആ വട്ടത്തിന് മേളിൽ കൂടെ കുഞ്ഞു 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 വട്ടം, മോതിരവട്ടം എന്ന് പറയും അല്ലേ, അങ്ങനെ പറയാം. ഇപ്പം ഞാൻ പേരിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ഇട്ടിട്ട് ചെറിയ വട്ടം, ഇങ്ങോട്ടാണ്, വലത്തോട്ടാണ്. ഞാനും ചെയ്തു, പക്ഷേ എല്ലാത്തിനേക്കാളും വലുതുമാണ്, അണീവനാണ് എന്നെ പോലെ.